ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മുക്കു വന്നിട്ടുണ്ട് കേട്ടോ മീനും കൊണ്ട്. അപ്പോൾ എന്തെല്ലാം മീനാണ് ഉള്ളത്, എന്താ ചെയ്യണേന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതേ 10 കിലോ സഞ്ചി കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ വേഷം പൊക്കി കാണിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ചേർ പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇടുന്ന ഷർട്ടും മുണ്ടും തോർത്തായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കും കേട്ടോ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ അനുഭവിക്കണമല്ലോ. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീൻ പിടുത്തവും മീൻ ഇങ്ങനെ വൃത്തിയാക്കലോ. അതൊക്കെ ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, അതങ്ങനെയാണ്. അപ്പോൾ അതേ കുഞ്ഞൻ മീൻ നന്നാക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ മീൻ ഇതാണ് കേട്ടോ, കരിമീനാണ് ഇത്. മറ്റേ നമ്മുടെ വളർത്തുമീനാണ് കേട്ടോ. പിന്നെ അതേ ചില്ലാങ്കൂരി, അങ്ങനെ വിവിധ തരത്തിലുള്ള മീനുകളും കൊണ്ടാണ് കേട്ടോ കുഞ്ഞൻ വന്നത്. അപ്പോൾ അതേ കുഞ്ഞൻ ചെതുമ്പൽ കളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെതുമ്പൽ കളയും മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാവേ. അപ്പോൾ അതേ കുഞ്ഞൻ എന്താ പറയുക, കുറച്ച് നേരം തന്നെ ഇരുന്ന് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം ഞാൻ കുഞ്ഞിനെ സഹായിച്ചു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിനെ തന്നെ സഹായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു പെയിൻറ്റും പാട്ടയിലാണ് കേട്ടോ ഇരുന്ന് നന്നാക്കുന്നത്. അങ്ങനെ ഇരുന്ന് നന്നാക്കിക്കോളൂ കേട്ടോ. അപ്പം കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ കൂടി. പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കി ഗൈസ്, പക്ഷേ അത് സെറ്റ് ആവുന്നില്ലായിരുന്നു. ഞാനൊരു പെയിൻറ്റും പാട്ടയിലൊക്കെ ഇങ്ങനെ ചാരി വെച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അതങ്ങനെ ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഇനി വേണം ഒരു സ്റ്റാൻഡൊക്കെ മേടിച്ച് നമുക്ക് സെറ്റപ്പ് ആകാൻ. അപ്പോൾ അതേ മറിച്ച് താഴെ ചാടി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, ആ ദൗത്യം ഉപേക്ഷിച്ചു. പിന്നെ അതേ കുഞ്ഞെന്തേ ചാരമിട്ട് തേച്ച് തുടങ്ങി കേട്ടോ. പുഴമീനാകുമ്പോഴത്തേനും തോട്ടുമീനൊക്കെ ആകുമ്പോഴത്തേനും നല്ല വഴുക്കലുണ്ടാവും. നമ്മൾ കൂരിയൊക്കെ ചാരയിട്ട് തേക്കത്തില്ലേ, അതുപോലെ തന്നെ ചാരമിട്ടാണ് കേട്ടോ തേക്കുന്നത്. അപ്പോൾ കുഞ്ഞൻ പറയണം നോക്കിയാലോ. എൻ്റെ കയ്യിലും മുള്ളൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനും പണിയെടുത്തു. ഏതാ എടുത്തേക്കണേ? കരിമീൻ. ആദ്യം നമ്മൾ ഈ സൈഡ് അങ്ങ് ചെത്തി കളയണം കേട്ടോ. ഇത് സൈഡ് ചെത്താണല്ലോ, മുള്ള് കൈ കൂടെ കയറായിരിക്കും കേട്ടോ. ശകലം ഇതിൽ പിന്നെ വലിയ കരിമീനാണ് ചെത്തിയാൽ മതി. കടയിൽ നിന്ന് മേടിക്കണൊക്കെ ചെത്തുമല്ലേ, അതിന് ഇഴുക്കലില്ലല്ലോ. തോട്ടിലെ മീനായോണ്ടല്ലേ ഇഴുക്കല്, വഴാന്നിരിക്കുന്നു. അവർക്ക് സന്തോഷമായി. എൻ്റെ പണികളെല്ലാം കുഞ്ഞെന്തേ ക്ലീൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിപ്പരൽ പോലും കളയത്തില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതേ കുഞ്ഞൻ അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞതേ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വേസ്റ്റും വരും കേട്ടോ. ഇത് കളയാനുള്ള വഴിയും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതേ ഉപ്പിട്ടാണ് കേട്ടോ നമ്മൾ കഴുകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചാരയിട്ട് കഴുകിയതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഉപ്പിട്ടൊന്നോടെയും കഴുകാൻ കേട്ടോ. അപ്പോൾ അതേ ഏറ്റവും സന്തോഷമായ കുട്ടന്മാരുണ്ടോ, പൂച്ചക്കുട്ടന്മാരാണ് കേട്ടോ. നന്നായിട്ട് വയറ് നിറഞ്ഞതേ മുഖമൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചാരയിട്ട് കഴുകിയത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിട്ടൊന്നോടെ കഴുകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ള വേസ്റ്റും അല്ലെങ്കിൽ ഇഴുക്കലും ഉളുമ്പും ഒക്കെ പൊക്കോളും. ഇത് നല്ല വെളുത്ത് നല്ല സുന്ദരക്കുട്ടന്മാരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉപ്പല്ലാതെ നമുക്ക് വിനാഗിരിയും നമ്മുടെ നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ കിട്ടി. അപ്പം നമ്മുടെ മീൻകൂട്ടന്മാരൊക്കെ അത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വലിയ മീനും ചെറിയ മീനും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഏറ്റവും വലിയ മീൻ നമ്മൾ വറുക്കാൻ പോകുന്നു, ഏറ്റവും ചെറിയ മീനും നമ്മൾ വറുക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന കുറച്ച് മീനാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. മുളക് കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള മീനിൽ നമ്മൾ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങ നീരും കൂടെ ഇട്ട് പരട്ടി കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചട്ടി വെച്ചിരിക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു, നമ്മുടെ കടുക് ഇടുന്നു, ഉലുവ ഇടുന്നു, കരിയാപ്പില ഇടുന്നു, വറ്റൽമുളക് ഇടുന്നു. അപ്പം നമ്മുടെ ഈ നോൺ വെജ് എല്ലാം വെക്കുമ്പോഴത്തേനും ഈ ഒരു പാറ്റേൺ തന്നെയാണല്ലേ, എല്ലാം ഒരു സെയിം സാധനമാണല്ലേ എടുക്കുന്നത്. അപ്പോൾ അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി എല്ലാം കൂടി വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികൾ നമ്മൾ കാശ്മീരി പൊടി, മുളക് പൊടി, സാധാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിൽ ഇങ്ങനെ കലക്കി എടുക്കുകയാണെങ്കിൽ പൊടി ഇടുമ്പോഴത്തേനും കരിഞ്ഞു പോകാതിരിക്കും കേട്ടോ. ഞങ്ങളിവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അതിനിടയ്ക്ക് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. തോട്ടിലെ മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുമ്പോഴത്തേനും നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നമ്മുടെ മീൻകുട്ടന്മാരെയും കൂടെ എല്ലാം കൂടെ അങ്ങ് പറക്കി ഇടുകയാണ് കേട്ടോ.
അപ്പോൾ അതേ മീൻകുട്ടന്മാരെല്ലാം അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കി മറിച്ചൊന്നും എടുക്കരുത്, ഒന്ന് അനക്കി കൊടുക്കുക പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ തീയൊക്കെ കത്തിച്ച് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് ദേ ഇന്ന് കൊളകളാന്ന് പറഞ്ഞ് നമ്മുടെ തിളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ദേ എണ്ണയൊക്കെ പാറി വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ പാകം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ട് ദേ ഇങ്ങനെ ഒരു കറക്കൊക്കെ കറക്കിയെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ ഉണക്കക്കപ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉണക്കക്കപ്പ പുഴുങ്ങി ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പുരട്ടി വെച്ച നമ്മുടെ മീനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കരിയാപ്പില നന്നായിട്ട് ഇട്ടിട്ട് വേണം നമ്മുടെ മീനെ വറുത്തെടുക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഈ മീനൊന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇത് നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് കരിയാപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം കഷ്ടപ്പെട്ട് ഇതേ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെ നമ്മുടെ മുളക് കറി, അതായത് തോട്ടിലെ മീൻ കറിയും കൂടെ കൂട്ടി അടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, വേറൊരു വീഡിയോ ആയിട്ട് വരാൻ. ബൈ ബൈ.